ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ഭക്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ശ്രീമദ് ഭഗവത്ഗീത കി ശ്രീല പ്രഭുപാദ കി ശ്രീല ഗുരുദേവ് കി ജയ. പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ.
എല്ലാവർക്കും, എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും എൻ്റെ പ്രണാമം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നോ? അംബിക മാതാജി കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, ശരി. ഭഗവത്ഗീത 2-ാമത്തെ അധ്യായം 6-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭഗവത്ഗീത കയ്യിലുള്ളവർ എടുത്തോളൂ. ഞാൻ പറയുന്നത് ഏറ്റു പറയണം, ആ ശ്ലോകം ഏറ്റു ചൊല്ലണം. ന ചൈതദ്ദിമത്കദരന്യോ ഗരീയോ ന ചൈതദ്ദിമത്കദരന്യോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേതു യദ്വാ ജയേമ യദി വാ നോ ജയേതു യാനേവ ഹത്വാ ന ജിജീവിഷാമ യാനേവ ഹത്വാ ന ജിജീവിഷാമ തേ അവസ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്രാ തേ അവസ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്രാ ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ ഞാൻ വായിക്കാം, കേട്ടോണം. ന ചൈതദ്ദിത്മ കദരന്യോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേയു യാനേവ ഹത്വാ ന ജിജീവിഷാമ തേ അവസ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്രാ. വിവർത്തനം: അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹരേ കൃഷ്ണ. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 2-ാമത്തെ അധ്യായത്തില് 6-ാമത്തെ ശ്ലോകമാണ്. അപ്പോ ഇതുവരെ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവുമോ? 2-ാമത്തെ അധ്യായം മാത്രം തുടക്കം മുതൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു പോകാം, എങ്കിലേ അതിന്റെ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. കേൾക്കുന്നുണ്ടോ? ശരി. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഭഗവാൻ അർജുനൻ ഇനി കൃഷ്ണ ഞാനിനി യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് രഥത്തില് തലയിൽ കൈയും വെച്ച് ഇങ്ങനെ ഇരിക്കുക, ചാപവും ഒക്കെ വെളിയിലിട്ടിട്ട്, അല്ലെ, അമ്പും വില്ലും ഒക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അത് നമ്മൾ പറഞ്ഞു. എന്താ യുദ്ധം ചെയ്യാതിരിക്കാൻ അദ്ദേഹം 4 കാരണങ്ങൾ പറഞ്ഞു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ 4 കാരണങ്ങൾ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഒരാളെങ്കിലും പറയാമോ 4 കാരണങ്ങൾ? അറിയാവുന്നവർ ക്യാമറ ഓൺ ചെയ്തിട്ട് പറയുക. ഓർമ്മയുണ്ടോ? ഒരുപാട് ബന്ധുക്കൾ നഷ്ടപ്പെടും. യമുന മാതാജിലെ സംസാരിക്കുന്നേ? അതെ. പറയും. അതെ, കറക്റ്റ്, പറഞ്ഞോളൂ. ബന്ധുക്കളൊക്കെ നഷ്ടപ്പെടും.
ആ ഗുരു പിതാമഹന്മാരെയൊക്കെ നഷ്ടപ്പെടും. ആ ഞാൻ ഈ ക്ലാസ് ഒന്നും കേട്ടിട്ടില്ല, ആദ്യമായിട്ട് വന്ന് കേറിയതാ. എന്റെ ഒരു ശരി, ഓക്കെ. നിങ്ങൾക്കറിയാമോ? പറഞ്ഞേ, എന്തൊക്കെയായിരുന്നു? ഒന്ന്, അർജുനന്റെ ദയ, കമ്പാഷൻ, അല്ലേ? പിന്നെ വേറൊന്ന്, ഞാൻ ഈ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാലും ഈ ഈ ജയം കൊണ്ട് ഒരു ഗുണവുമില്ല, എനിക്കൊരു സന്തോഷവും ഉണ്ടാവില്ല. കാരണം എന്റെ ബന്ധുജനങ്ങളെല്ലാവരും പോയി കഴിയും. ബന്ധുക്കളില്ലാതെ ഒറ്റയ്ക്കിലും സന്തോഷിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തു പറഞ്ഞു? മൂന്നാമത്തത്, ഇതൊരു മഹാപാപത്തിനാണ് ഞാൻ മുതിരുന്നത്. നാലും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അതെന്താണ്? കുലം നശിക്കും, കുലം നശിക്കും. പിന്നെ കുലത്തിന് ദോഷകരമായ സന്തതി പരമ്പരകൾ പിന്നെ ഉണ്ടാവും, അല്ലേ? ഇങ്ങനെയുള്ള 4 കാരണങ്ങൾ പറഞ്ഞു. 4 കാരണങ്ങൾ പറഞ്ഞിട്ട് കൃഷ്ണ ഞാൻ ഇനി യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അർജുനനെയാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ശ്ലോകം, രണ്ടാമത്തെ അധ്യായത്തില് 1-ാമത്തെ ശ്ലോകത്തില് അപ്പോ സഞ്ജയം തം തഥാ കൃപയാവൃഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തം ഇതം വാക്യം ഉവാച മധുസൂദന. ഇങ്ങനെ അശ്രുക്കൾ, അത് കണ്ണുനീരും പൊഴിച്ചിരിക്കുന്ന അർജുനനെ കണ്ടിട്ട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അടുത്ത 2 ശ്ലോകം ഭഗവാൻ പറയുന്നുണ്ട്. ആ 2 ശ്ലോകവും ഭഗവാൻ ഉണ്ടല്ലോ ഭയങ്കര ദേഷ്യത്തോടെയും അർജുനനെ ഈ വഴക്ക് പറഞ്ഞുകൊണ്ട, ഒരു ക്ഷത്രിയന് സഹിക്കാൻ പറ്റാവുന്നതിന്റെ അങ്ങേ അറ്റത്തുള്ള മോശം, ഈ കൊള്ളുന്ന വാക്കുകളാണ് ഭഗവാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ നാട്ടിൽ ഈ ചീത്ത പറയുന്നത് പോലെയല്ല. ഭഗവാനിൽ നിന്ന് ഒരു വാക്ക് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും, അല്ലേ? അപ്പം ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ വായിൽ നിന്ന് ഒരല്പം നമുക്കൊരു ഇത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു അർജുനനെ പോലെയുള്ള ഒരു മഹാത്മാവിന് അത് സഹിക്കുന്നതിനും അപ്പുറമാണ്. ആദ്യമായിട്ട് ഭഗവാൻ ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ 2 ശ്ലോകം ഭഗവാൻ ഭഗവത്ഗീത തുടങ്ങിയില്ല. ഈ 2 ശ്ലോകത്തിന് അർജുനനെ വഴക്ക് പറയാൻ വേണ്ടിയാ പറഞ്ഞത്. കുതസ്ത്വ കശ്മലമിതം, എവിടുന്ന് നിനക്ക് കിട്ടിയത്? ഈ ആര്യന്മാർക്ക്, സിവിലൈസ്ഡ് പേഴ്സണ് ചേർന്ന വാക്കുകളാണോ നീ പറയണത്? ആസ്വർഗം, ഇത് സ്വർഗത്തിൽ പോവാൻ പറ്റുന്ന ഒരു വാക്കുകളല്ല, നിനക്ക് കീർത്തിയും ഉണ്ടാവില്ല എന്നിങ്ങനെ പറഞ്ഞു. മാലിന്യം, ഇതൊരു മാലിന്യമാണ് നിനക്ക് വന്ന് പെട്ടേക്കുന്നത്. ഇങ്ങനെ ഇത്രയും ജനങ്ങളെ മുന്നിൽ വച്ചിട്ടാണ്, എത്രയാ സമുദ്രം പോലെ കിടക്കുക. ആലോചിച്ച് നോക്കണം. ഒറ്റയ്ക്കല്ല, ഒരു മുറിയിലാണെങ്കിൽ നമ്മൾ സഹിക്കും, അല്ലേ? ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു ഉദസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം, അനാര്യം, അസ്വർഗം, അകീർത്തി, ഇത് 3ഉം ഇതുണ്ടാക്കും. അർജുന നീ പറയുന്നത് മഹാമോശമാണ് എന്ന് ഭഗവാൻ പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, വളരെ മോശമാണ്. മാത്രവുമല്ല ഇത് ആണത്തമില്ലായ്മയാണ് അർജുന. ആലോചിച്ച് നോക്കി എവിടെ കൊണ്ടെന്ന്. ഒരു മഹാക്ഷത്രിയൻ, ലോകം മുഴുക്കെ അറിയപ്പെടുന്ന, 3 ലോകങ്ങളും അറിയപ്പെടുന്ന ഒരു ക്ഷത്രിയനാണ് ഭഗവാൻ പറയുന്നത് ഇത് ആണത്വമില്ലായ്മയാണെന്ന്, അല്ലേ? അതുകൊണ്ട് എന്നിട്ട് പറയാണ് എന്താണ്? തെക്വാ, കളയ്, എന്തോന്നാണ് ഈ ദൗർബല്യം. ഉത്തിഷ്ഠ, എഴുന്നേൽക്ക്. നീ ഇങ്ങനെ തലയും കുമ്പിട്ടിരിക്കാതെ ഈ ദൗർബല്യം കളഞ്ഞിട്ട് നീ എണീൽക്ക് എന്ന് പറഞ്ഞ് ഭഗവാൻ വഴക്ക് പറയുന്നു. അപ്പോ ഈ ഭഗവാൻ ഈ ഭഗവത്ഗീതയിൽ തന്നെ ഒരിടത്ത് ലാസ്റ്റിൽ പറയുന്നുണ്ട്, ഈ മറ്റൊരാളിന് ഈ ദുഃഖം തോന്നാത്ത രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലേ? പക്ഷെ ഇവിടെ ഭഗവാൻ ദുഃഖം തോന്നുന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ അത് തെറ്റല്ലേ? എന്റെ ചോദ്യം മനസ്സിലായില്ലേ? ഭഗവത്ഗീതയിൽ ഭഗവാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്ന് പറയുന്നത് വാക്കുകൾ ഹൃദയത്തിന് വേദന ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അർജുനന്
ഒരു സൈഡ് കൂടെ കൊണ്ട് മറു സൈഡിൽ പോകുന്ന വാക്കുകളാ പറഞ്ഞത്. ഭഗവാന്റെ ശ്രദ്ധിക്കുക, ഭഗവാന്റെ ദേഷ്യവും ഭഗവാൻ വഴക്ക് പറയുന്നതും ഒരു കാരുണ്യമാണ്. ഇപ്പോ അച്ഛൻ കുഞ്ഞുങ്ങളെ വഴക്ക് പറയുന്നു, അതെന്തുകൊണ്ടാ? അല്ല, അച്ഛനമ്മമാര് കുഞ്ഞുങ്ങളെ വഴക്ക് പറയുന്നു, അതെന്തിനാ? അയൽവക്കത്തെ കുഞ്ഞിനെ വിളിച്ചിട്ട് വഴക്ക് പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. കാരണം ഇത് എന്റെ കുട്ടി, എന്റേത് എന്ന് തോന്നുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമുക്ക് അവരെ വഴക്ക് പറയാൻ പറ്റുള്ളൂ, ആ സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റുള്ളൂ. മറ്റൊരാളിൻ്റെ അടുത്ത് പറ്റില്ല. ഗുരുവും ഭഗവാനും അഥവാ നമ്മൾക്ക് വേണ്ടിയിട്ട് വരും കഠിനമായ വാക്കുകൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞാൽ അത് നമുക്ക് നമ്മളോടുള്ള കാരുണ്യമാണ്. അതിനർത്ഥം അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ ആളായിട്ടാ കാണുന്നത്. മനസ്സിലായില്ലേ? ആ സ്വാതന്ത്ര്യം അദ്ദേഹം എന്നോട് എതിർത്തെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കാരുണ്യമാണ്. എന്നെയും തന്റെ ഒരാളായിട്ട് കണ്ടതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സംസാരിച്ചത്. ഇതാണ് കാരുണ്യം. അതേസമയം നമ്മളെ ആരും അല്ലെങ്കിലോ ഒരുപാടൊന്നും പറയില്ല. അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും, അയൽപക്കത്തെ കുട്ടി എന്ത് തെറ്റ് ചെയ്താലും അച്ഛനമ്മമാർ കാണാതെ അങ്ങ് പോകും. അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞ് ചെറുതായിട്ട് അങ്ങ് പറഞ്ഞു വിടും, അല്ലേ? അപ്പൊ ഇവിടെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിട്ട്, അപ്പൊ ഇത് കേട്ടപ്പോ ഉടനെ അർജുനൻ പറഞ്ഞു, ഞാനീ പറയുന്നത് രണ്ടാമത്തെ അധ്യായം തുടക്കം മുതൽ 5 ശ്ലോകം വരെ എന്താണ് നടന്നതെന്നുള്ളതാണ്. 4-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ പറയുന്നു, കൃഷ്ണ, ഞാന് കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണംശ്ച മധുസൂദന പൂജാർഹ വരിസൂദന, അവരൊക്കെ പൂജിക്കപ്പെടേണ്ടവരാണ്. ആരൊക്കെ? ഈ ദ്രോണര്, ഈ ഭീഷ്മ പിതാമകര്, ഇവരെല്ലാവരും. കാരണം ആരാണോ ഈ ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത്, അതേ ആയുധം ഞാൻ ആ ഗുരുവിന്റെ പുറത്ത് പ്രയോഗിക്കേണ്ടി വരുന്നു. മഹാപാപമല്ലേ? ആരാണോ എന്നെ വളർത്തിയത്, ഇത്രയും വലുതാക്കിയത്, ആരുടെ മടിയിലാണോ ഞാൻ കളിച്ചു വളർന്നത്, ആ പിതാമഹനെ എനിക്ക് യുദ്ധത്തിന് നേരിടേണ്ടി വരുന്നു. അവരുടെ പാദങ്ങളെയാണ് ഞാൻ പൂജിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഞാൻ അവർക്ക് നേരെ വളരെ ക്രൂരമായ അമ്പുകൾ കൊണ്ടും സംസാരിക്കേണ്ടി വരുന്നു. ഇത് മഹാപാപമല്ലേ? ഇങ്ങനെ ഭഗവാൻ പറയും. ഉടനെ അത് കഴിഞ്ഞിട്ട് 4-ാമത്തെ ശ്ലോകം കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ 5-ാമത്തെ ശ്ലോകം പറയുന്നു, ഗുരുവിനെ കൊല്ലുന്നതും ഗുരുവിനെ ഹത്വാഹി മഹാനുഭാഗാൻ ശ്രേയോ ഭോക്തും പൈക്ഷ്യമഭീഹലോകേ ഹത്വാർത്ഥ കാമാംസ ഗുരുനിഹൈവ പുഞ്ചീയ ഭോജാൻ രുധിരപ്രതിഷ്ഠ. കൃഷ്ണ, ഈ എന്റെ ഗുരുക്കന്മാർക്ക് ഈക്വലായിട്ടുള്ളവരെ അവരെ കൊന്നിട്ട് എനിക്ക് എന്തിനാ ഒരു രാജ്യം? ഞാൻ ഭിക്ഷ യാചിച്ചോളാം. അതാണ് എനിക്ക് അതാണ് വിധിച്ചത്, ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ എങ്കിലും എൻ്റെ ഗുരുവിനെ ഞാൻ കൊല്ലില്ല എന്ന് പറയുന്നു. അപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അർജുന ഇങ്ങനെ കരയുന്നുണ്ട്. ഈ കരഞ്ഞിട്ട് അപ്പൊ തുടക്കത്തില് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞ ഉടനെ അർജുനൻ വില്ലും അമ്പും താഴെ വയ്ക്കൂലേ? ഇത് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേൾക്കുമ്പോൾ ധൃതരാഷ്ട്രർക്ക് ഇത്തിരി സന്തോഷമാവും. എന്താണ് സന്തോഷിക്കാൻ കാരണം? ലോട്ടറി അടിച്ച പോലെയാ. യുദ്ധം ചെയ്യാതെ ഒരു തുള്ളി രക്തം ചിന്താതെ എന്റെ കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ രാജ്യവും കിട്ടാൻ പോകുന്നു എന്നൊരു വിശ്വാസം. മനസ്സിലായില്ലേ? കാരണം അർജുനൻ വില്ല് താഴെ വെച്ച വേറെ ആരുണ്ട് അവിടെ? ആരുമില്ല. അർജുനനെ പോലെ വില്ലാളി വീരൻ ആരും ഇല്ലല്ലോ. അപ്പോഴാണ് സഞ്ജയൻ പറഞ്ഞത്, ഇല്ല, അങ്ങനെ സന്തോഷിക്കണ്ട, അവിടെ സാക്ഷാൽ ഭഗവാനുണ്ട്. അദ്ദേഹം അർജുനന്റെ ഈ പ്രശ്നത്തിനെ സോൾവ് ചെയ്തോളും ചെയ്യും. അദ്ദേഹം
അർജുനൻ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ഈ വിഷമസ്ഥിതിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ 2-ാമത്തെ അധ്യായം ഇതുവരെ എത്തിയത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മൾ ഇതുവരെ നിങ്ങൾ ഇതെല്ലാം ഓരോ ക്ലാസ്സിൽ എടുത്തതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് പോയതേ ഉള്ളൂ. 2-ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഗീതാ വിഷയ സംഗ്രഹം. സംഗ്രഹം എന്ന് പറഞ്ഞാല് എന്താണ്? ചുരുക്കം. മുഴുവൻ ഭഗവത്ഗീതയുടെയും ചുരുക്കമാണ് 2-ാമത്തെ അധ്യായത്തിൽ. അതായത് ഈ അധ്യായത്തിൽ തന്നെ ജ്ഞാനയോഗമുണ്ട്, നിഷ്കാമകർമ്മമുണ്ട്, സകാമകർമ്മമുണ്ട്, പിന്നെ ഇങ്ങനെ പിന്നെ അർജുനൻ ഗുരുവിനെ സ്വീകരിക്കുന്നുണ്ട്. ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിലുണ്ട്. അതായത് 1-ാമത്തെ ശ്ലോകം മുതൽ 10-ാമത്തെ ശ്ലോകം വരെ അർജുനൻ ഭഗവാനെ ഒരു ഗുരുവായി സ്വീകരിക്കുന്നതാണ്. അപ്പോ 10 വരെ, 11 മുതൽ 30 വരെ ജ്ഞാനയോഗം, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധവും ഒക്കെയാണ് അതിൽ പറയുന്നത്. അത് നമുക്ക് ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് സകാമകർമ്മം 31 മുതൽ 38 വരെ, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി എങ്ങനെ കർമ്മം ചെയ്യണം, സകാമം ആഗ്രഹപൂർത്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ. അത് കഴിഞ്ഞ് നിഷ്കാമകർമ്മം 39 മുതൽ 54 വരെയുള്ള ശ്ലോകങ്ങൾ നിഷ്കാമകർമ്മം, അതായത് അറ്റാച്ച്മെന്റ് ഇല്ലാതെ എങ്ങനെ കർമ്മങ്ങൾ ചെയ്യണം. അവസാനം 54 മുതൽ 72-ാമത്തെ ശ്ലോകം വരെ ഭഗവാൻ ഒരു ജ്ഞാനി, ഒരു സ്ഥിതപ്രജ്ഞൻ, ഒരു ഭക്തൻ, അദ്ദേഹത്തിന്റെ രീതികൾ എങ്ങനെയൊക്കെയാണ്, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അതും പറയുന്നു. അപ്പോ ഈ അധ്യായം സത്യം പറഞ്ഞാൽ ഗീതയുടെ ഒരു സംഗ്രഹമാണ്. പക്ഷേ എല്ലാ പോയിന്റുകൾ ഉണ്ടെങ്കിലും ഗീതയിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം കുറേച്ചേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഭഗവാൻ ഇതിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞതിനെ കൂടുതലായിട്ട് മുഴുവൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 18 വരെ പോകണം. മനസ്സിലാകുന്നുണ്ടോ? ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിൽ ഗീതാ വിഷയത്തിന് സംഗ്രഹമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് എലാബറേറ്റ് ആയിട്ട് അടുത്ത അധ്യായങ്ങളിൽ 3 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അധ്യായം ഭഗവത്ഗീതയുടെ ഒരു സംഗ്രഹമാണ് എന്ന് പറയും. ഇനി നമുക്ക് നമ്മുടെ ശ്ലോകം, അപ്പോ 6-ാമത്തെ ശ്ലോകം. ഇതുവരെ അർജുനൻ ഭിക്ഷയാചിച്ചുകൊണ്ട് ജീവിക്കാന്ന് പറഞ്ഞല്ലോ. 6-ാമത്തെ ശ്ലോകത്തിൽ ആയപ്പോൾ അർജുനന്റെ ഉള്ളിൽ ഒരു സംശയം. ന ചൈതദിന്ന കതരന്യോ ഗരിയോ യദ്വാ ജയേമ യതിവാനോ ജയേയു യാനേവ ഹത്വാന ജിജീവിഷാമ സ്തേ അവസ്ഥിത പ്രമുഖേ ദാഷ്ടരാഷ്ട്ര. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അർജുനൻ പറയുന്നു, കൃഷ്ണ, എനിക്കിപ്പോഴും സംശയമാണ്, ഞാൻ അവരെ ജയിക്കുന്നതാണോ ശരി, അവരാൽ ഞാൻ തോക്കുന്നതാണോ, അതാണോ ഇതാണോ ശരി? കാരണം അർജുനന്റെ ഉള്ളില് കാരണം ഞാനൊരു ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ ഡ്യൂട്ടി യുദ്ധം ചെയ്യുന്നതാണ്. ആ ക്ഷത്രിയൻ ഒരു തെറ്റിനെ തിരുത്താതിരുന്നു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ്ലി ആ തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതല്ല അവന്റെ ഡ്യൂട്ടി. ഇത്രയും പറഞ്ഞിട്ട് അർജുനൻ ഇവിടെ വന്നപ്പം പറയുകയാണ്, അപ്പൊ എനിക്ക് ഏതൊന്നും മനസ്സിലാവുന്നുമില്ല. ഈ കൺഫ്യൂഷൻ എവിടെ വെച്ചാ ഉണ്ടാകുന്നത്? അവിടെ ശംഖ് മുഴങ്ങി എല്ലാവരും യുദ്ധത്തിന് തയ്യാറായി ഇങ്ങനെ ആർത്തലച്ചു നിൽക്കുന്ന സൈന്യത്തിന് മുമ്പിലാണ് ഈ കരയുന്നത്. ചെയ്യൂല എന്ന് പറയും, യുദ്ധം ചെയ്യൂല എന്ന് പറയുന്നത്, തിരിഞ്ഞു പോകാൻ പോകുന്നത്, ഭിക്ഷ യാചിക്കാന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ വീണ്ടും കൺഫ്യൂഷൻ. ഞാൻ എന്ത് ചെയ്യണം? ഏത് ശരി, ഏത് തെറ്റ്? മനസ്സിലായില്ലേ? ഇങ്ങനെ ഏതാണോ ശരി, ഏതാണോ തെറ്റ് എന്ന് മനസ്സിലാവാതിരിക്കുന്ന അപ്പുറം ആ ഒരു സ്ഥലത്താണ് ഇവിടെ കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ പറയുന്നു, ജീവിതത്തിൽ
എന്താണോ ശരി തെറ്റ് എന്ന് സംശയമുണ്ടാകും, ദുഃഖമുണ്ടാകും, കൺഫ്യൂഷൻ ഉണ്ടാകും. അതൊരു കുറ്റമല്ല. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ജീവിതത്തില് ശരിയേത് തെറ്റേതെന്ന് ഒരു വ്യക്തിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്, ദുഃഖമുണ്ടാവുന്നത്, ആ ഒരു അവസ്ഥ അതൊരു തെറ്റല്ല. എന്നാൽ ആ പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ തന്റെ പ്രശ്നത്തിനെ സഹായിക്കാൻ ഒരു വ്യക്തിയുടെ സഹായം തേടാതിരുന്നാൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. മനസ്സിലായില്ലേ? ഒരു അബദ്ധമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു കൺഫ്യൂഷനിലാണ്, ദുഃഖത്തിലാണ്. നമ്മെ സഹായിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് നമ്മുടെ പ്രോബ്ലം ചെന്ന് പറയണം. അദ്ദേഹത്തിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ. അത് പറയാതിരിക്കുന്നതാണ്, അദ്ദേഹത്തിന്റെ സഹായം തേടാതിരിക്കുന്നതാണ് തെറ്റ്. കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ജീവിതത്തിൽ തെറ്റല്ല. മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അടുത്ത് പോകണം. നീ അദ്ദേഹത്തിന്റെ അടുത്ത് പോയാൽ നിന്റെ ദുഃഖം അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കും എന്ന് നിനക്ക് അറിഞ്ഞൂടെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. ആരുടെ അടുത്ത് പോയാലാണോ നിന്റെ ദുഃഖം, പ്രശ്നം അല്ലെങ്കിൽ പരിഹരിക്കുന്നില്ല എന്ന് നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് തന്നെ പ്രശ്നം ജീവിതത്തിൽ വന്നോട്ടെ, അതൊരു പ്രശ്നം അല്ല എന്നാ പറയുന്നത്. അതായത് ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ രണ്ടു പേർക്കേ കഴിയുള്ളൂ. ആർക്കൊക്കെയാ? ഭഗവാനും ഗുരുവിനും. അവരെ ശരണം പ്രാപിക്കുന്നതാണ് ബുദ്ധിമാൻ. ശരണം പ്രാപിക്കാതിരിക്കുന്നതാണ് മൂഢൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ അർജുനൻ ബുദ്ധിമാനാണോ മൂഢനാണോ? നിങ്ങൾ പറയൂ. അർജുനൻ ഭഗവാനെ ശരണം പ്രാപിച്ചു. അടുത്ത ശ്ലോകത്തിൽ കാണുമ്പോൾ അറിയാം. എവിടെയാ അർജുനൻ? ആരെ അടുത്ത് പോയി? ഭഗവാന്റെ അടുത്ത് പോയി. ശിഷ്യസ്തേഹം സാധിമാം ത്വാം. കൃഷ്ണ, ഞാൻ നിന്റെ ശിഷ്യനാണ് ഇനി മുതൽ. എനിക്ക് അറിഞ്ഞുകൂടെ എന്താണ് ശരി എന്ത് തെറ്റെന്ന്. അങ്ങ് എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ വീഴുമ്പോൾ, സറണ്ടർ ആവുമ്പോൾ ഭഗവാൻ ഒന്ന് ചിരിക്കും, ഒരു പുഞ്ചിരി. തമുവാച ഋഷികേശ പ്രഹസന്നിവ ഭാരത സേനയോർ ഉഭയോർ മധ്യേ വീക്ഷിതന്തം ഇതം മജ. ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പിന്നെയാണ് ഭഗവത്ഗീത തുടങ്ങുന്നത്. അപ്പോ എന്തിനാ ഭഗവാൻ പുഞ്ചിരിച്ചതാണ്? ആർക്കെങ്കിലും പറയാമോ? എന്തെങ്കിലും ഒരു വെറുതെ ഭഗവാൻ ഒന്ന് പുഞ്ചിരിക്കൂ? 14 ലോകത്തിന്റെയും നാഥൻ അദ്ദേഹം എന്ത് ചെയ്താൽ അതിനൊരു മീനിങ് ഇല്ലേ? എന്തായിരിക്കും? ശാസ്ത്രത്തിൽ പറയുന്നു, ആദ്യം ഈ അർജുനൻ എന്നെ തന്റെ തേരാളിയാക്കി, ഇപ്പൊ അതേ തേരാളിയെ ഗുരുവുമാക്കി. ചിരിക്കാതെ എങ്ങനെ ഇരിക്കും? ആദ്യം നീ പറഞ്ഞു എന്നെ തേരാളിയാവാൻ, ഞാനായി. ഇപ്പൊ തേരാളി മതി, നീ എന്റെ ഗുരു ആവാൻ പറയുന്നു. ഭഗവാനേ ചിരിച്ചുപോയി. വെളിയിൽ ഒരുപാട് ചിരിക്കാൻ പറ്റില്ല, ഒന്ന് പുഞ്ചിരിച്ചു. അത് കഴിഞ്ഞിട്ടാ ഭഗവത്ഗീത തുടങ്ങിയത്. എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. ഇത് ഭഗവത്ഗീത. ഇനി ഇതിന്റെ ഉള്ളർത്ഥം പറയട്ടെ ഞാന്. യഥാർത്ഥത്തിൽ ഇതൊരു ഡ്രാമയാണ്. ഇതെല്ലാം ഒരു ഡ്രാമയാണ്. അർജുനൻ ഇത്രയും നാൾ അറിയത്തില്ലേ അർജുനൻ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന്? ആണോ അല്ലയോ? അർജുനൻ അറിയാം. ഇപ്പൊ ഒരു കൺഫ്യൂഷൻ, അതും യുദ്ധം തുടങ്ങേണ്ട സമയത്ത് ഒരു കൺഫ്യൂഷൻ എങ്ങനെ ഉണ്ടായി? അല്ലേ? ആ കൺഫ്യൂഷൻ എന്ന് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. അർജുനൻ അറിയാതെയാണ്. അതുപോലെ ഭീഷ്മരും ദ്രോണരും
വാസകളിൽ നിൽക്കുന്ന അവർക്കറിയില്ലേ ദുര്യോധനൻ അധർമ്മത്തിന്റെ കൂടെയാണെന്ന്? പിന്നെ അവരെങ്ങനെ അപ്പുറത്ത് നിന്നു? ഇതെല്ലാം എന്ത് പറയാനാണ്? ഇതെല്ലാം ഒരു ഡ്രാമയാണ്. അവിടത്തെ ഡയറക്ടറും ഈ സ്ക്രിപ്റ്റ് എഴുതിയതും പിന്നെ എഡിറ്റിങ്ങും ഇതെല്ലാം ഒരാളാണ് ചെയ്തേക്കുന്നത്. ആരാണ്? സാക്ഷാൽ ഭഗവാൻ. മനസ്സിലായില്ലേ? കാരണം ഭീഷ്മ പിതാമഹൻ അറിയാം, എനിക്കിതാണ്, എന്റെ റോൾ ഇതാണ്. പിതാമഹ, നീ അവിടെ നിന്ന് യുദ്ധം ചെയ്യേ, അർജുനെതിരെ യുദ്ധം ചെയ്യണം, അധർമ്മത്തിന്റെ കൂടെ നിൽക്കണം. അവസാനം അർജുനൻ നിന്നെ യുദ്ധത്തിൽ നിന്നെ കൊല്ലും. സാരമില്ല, നിനക്ക് അത് കഴിഞ്ഞാൽ ഇവിടുന്ന് വിഴുന്നു കഴിഞ്ഞാൽ നേരെ എന്റെ ലോകത്ത് നിന്നെ ഞാൻ കൊണ്ടുപോവേല്ലേ. നിന്റെ ഈ റോൾ ഇതാണ്. അർജുന, നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവണം, നീ ഇവിടെ ഇങ്ങനെ കാണിക്കണം. എന്തിനാ ഇതൊക്കെ ചെയ്തത്? ആ ഇതിന്റെ പിറകെ ഒരു വലിയ ഒരു ലക്ഷ്യമുണ്ട്. ഒന്ന്, ക്ഷത്രിയ ഉന്മൂലനം, ക്ഷത്രിയന്മാരെ മുഴുക്ക വധിക്കുക. രണ്ട്, അതിനേക്കാൾ വലിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ വച്ച് ഏറ്റവും വലിയ ജ്ഞാനത്തിനെ അർജുനനിലൂടെ ഭൂമിയിൽ ജനങ്ങളിൽ എത്തിക്കുക, മനുഷ്യരിൽ എത്തിക്കുക. അത് ഇനി വരുന്ന തലമുറകൾ അത് പഠിക്കുക, എന്നിട്ട് അവര് എന്നെ ശരണം പ്രാപിക്കുക. മനസ്സിലായോ? പണ്ടൊരിക്കൽ ഞാൻ വിവസ്വാൻ ഇത് പറഞ്ഞു കൊടുത്തു, പക്ഷെ പരമ്പരയിലൂടെ വന്നപ്പോ ഇപ്പൊ അതങ്ങ് നിന്നുപോയി. വീണ്ടും ഞാൻ എന്റെ അർജുനൻ എന്റെ സഖാവാണ്, എന്റെ സുഹൃത്താണ്, എന്റെ ഭക്തനാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരു ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കണം. ഈ ഇത്രയും വലിയ ജ്ഞാനം അർജുനന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണം. വെറുതെ പറഞ്ഞു കൊടുത്താൽ തലയിൽ കയറില്ല. ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു കൊടുത്താലേ കയറുള്ളൂ. ഭഗവാൻ അത് നേരത്തെ പ്രീ പ്ലാൻഡ് ആണ്. ഭഗവാൻ അത് തീരുമാനിച്ച് ഉറച്ച് അർജുനനെ കൺഫ്യൂഷൻ ഉണ്ടാക്കി, അർജുനനെ കരയിച്ച്, അത് കഴിഞ്ഞിട്ട് ഭഗവത്ഗീത പറഞ്ഞു. അപ്പൊ ഇതുവരെ ഇപ്പൊ ഉള്ളത് വരെ ഈ ഭഗവത്ഗീത തുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ മുന്നേ ഉള്ള മുന്നൊരുക്കങ്ങളാണ് ഈ നടക്കുന്നത്. മനസ്സിലായോ? ഇത് സാക്ഷാൽ ഭീഷ്മ പിതാമഹൻ അറിയാം. ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടക്കുമ്പോൾ ഭഗവാൻ നടന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലും. കാരണം എന്റെ ഭക്തൻ ശരീരം ഉപേക്ഷിക്കാൻ പോകണം എന്നുള്ളത് ഭഗവാൻ അറിയാം. അദ്ദേഹത്തിന് എന്തിനാണ് അവിടെ കിടക്കുന്നതെന്നും അദ്ദേഹത്തിന് അറിയാം. കാരണം ഭഗവാനെ വെയിറ്റ് ചെയ്ത് കിടക്കുക. ഭഗവാൻ അവിടെ ചെന്ന് ദർശനവും കൊടുത്തതിന് ശേഷം ഭീഷ്മ പിതാമഹൻ ആ ശരശയ്യയിൽ കിടന്നിട്ട് ഭഗവാനെ നോക്കി സ്തുതിക്കും. അത്ഭുതകരമായ ഒരു സ്തുതി. അതിൽ 5-ാമത്തെ ശ്ലോകത്തില് ഭീഷ്മ പിതാമഹൻ പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടാ മതി. സപതി സഖിവചോ നിശമ്യ മധ്യേ നിജ പരയോർബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരഷ്ണ കൃതവതി പാർത്ഥ സഖീരതി മമാസ്തു. വളരെ മനോഹരമായിട്ട് ഭഗവാൻ പറയുന്നു, കൃഷ്ണ, നീ നിന്റെ അർജുനന്റെ ആജ്ഞ അനുസരിച്ച് അന്ന് നീ സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയിതുമേ അർജുന എന്ന് നീ പറഞ്ഞപ്പോൾ നീ കൊണ്ട് രഥം നിർത്തിയില്ലേ? എന്റെ മുന്നേല്ലേ കൊണ്ട് നിർത്തിയത്. എന്നിട്ട് ഞാൻ അവിടെ വച്ച് കണ്ടു, നീ ശത്രുപക്ഷത്തിലെ എല്ലാ രാജാക്കന്മാരെയും സൈന്യങ്ങളെയും ഒരു പ്രാവശ്യം വീക്ഷിച്ചു. അർജുനനും കണ്ടു, നീയും കണ്ടു. പക്ഷെ എനിക്കറിയാം, ആ വീക്ഷണത്തിലൂടെ നീ ആ സൈന്യത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ, ആ സൈന്യത്തിലെ സർവമാന ജനങ്ങളുടെയും ജീവൻ അങ്ങനെ അങ്ങ് എടുത്തു കഴിഞ്ഞു. നിമിത്ത മാത്രം ഭവസവ്യസാജി.
ഭഗവാൻ പറയുന്നുണ്ട്, അർജുന നീ ഒരു നിമിത്തമായി മാത്രമായിട്ടിരുന്നാ മതി, ഞാൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. നീ ജസ്റ്റ് അസ്ത്രവും അമ്പും വില്ലും കൊണ്ട് ഫ്രണ്ടിൽ നിന്നാ മതി, കൊല്ലേണ്ടത് ഞാൻ കൊന്നു കഴിഞ്ഞു. പിന്നെ എന്തിനാ ഈ ഡ്രാമ? ഭഗവത്ഗീത കൊടുക്കണം. അപ്പൊ അവിടെ ആചാര്യന്മാര് പറയുന്നു, നിമിത്തമായത് അർജുനൻ നിമിത്തമായത് ശത്രുക്കളെ കൊല്ലാൻ ക്ഷത്രിയ നിഗ്രഹത്തിന് മാത്രമല്ല, അതിനും മുന്നേ സാക്ഷാൽ ഭഗവത്ഗീത ഭൂമിയിൽ വരാനും അർജുനൻ നിമിത്തമായി. മനസ്സിലായോ? അതാണ് പ്രധാനം. അർജുനനെ ഒരു നിമിത്തമാക്കിക്കൊണ്ട് ഭഗവത്ഗീതയെ ഭൂമിയിൽ തന്നു. ഇതെന്തുകൊണ്ടാന്ന് ചോദിച്ചാല്, ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ഭഗവാൻ ചെയ്യുന്നത്? കാരണം ഭഗവാന് തൻ്റെ ഈ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എല്ലാ ജീവാത്മാക്കളും എൻ്റെ അംശമാണ്. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. എല്ലാ ജീവാത്മാക്കളും അർജുന എൻ്റെ അംശമാണ്. എൻ്റെ അംശം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാർട്ടാണ്, എൻ്റെ സേവകരാണ്. അപ്പൊ അവരുടെ ലക്ഷ്യം, അവരെ ഉദ്ധരിക്കണമെങ്കിൽ അവരെന്താവണം? അവരെന്നെ സേവനം ചെയ്യണം. അതിന് എന്ത് വേണം? എന്നെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനാണ് ഈ ഗ്രന്ഥം. മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് 84 ദശലക്ഷം ജീവവർഗങ്ങളിൽ ഈ ഇങ്ങനെ ചുറ്റാതെ അവർക്ക് ആത്മീയമായ ഉന്നതിക്ക്, അഥവാ അവർക്ക് ഭഗവത് ധാമത്തിൽ എത്താനുള്ള ഒരു കയറാണ്. അത് ഭൂമിയിൽ കൊടുക്കാനാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്തേക്കുന്നത്. ഇത് ആർക്കറിയാം? മഹാത്മാക്കൾക്കറിയാം. ആർക്ക്? ഭീഷ്മ പിതാമഹനെ പോലെയുള്ളവർക്കറിയാം, ആചാര്യന്മാർക്കറിയാം. അപ്പം ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാന്റെ കാരുണ്യമാണ്. മനസ്സിലായോ? ഇത് വെറുതെ അല്ല. എല്ലാം ഒരച്ഛന് കുട്ടികളോടുള്ള വാത്സല്യം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ഒരു ത്വര. അപ്പൊ ഇത് നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ അതിൽ ഭഗവാന്റെ കാരുണ്യം കാണണം. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു ശ്രീരംഗത്ത് വരുമ്പോൾ ഒരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് അക്ഷരം അറിയില്ല, പക്ഷെ ഭഗവത്ഗീത തുറന്നു വെച്ചിട്ടിരുന്ന് കരയും. മഹാപ്രഭു അത് കണ്ടു. അപ്പൊ ബ്രാഹ്മണന് ഇദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ടിട്ട് ബാക്കി ബ്രാഹ്മണന്മാരൊക്കെ ചിരിക്കും, കാരണം അവർക്കറിയാം ഇദ്ദേഹത്തിന് വായിക്കാൻ അറിഞ്ഞൂടാ. അപ്പൊ മഹാപ്രഭു വരുമ്പോൾ അദ്ദേഹം ചോദിക്കും, ഹേ ബ്രാഹ്മണ, നീ എന്തിനാ കരയുന്നത്? ഏത് ശ്ലോകം വായിച്ചിട്ടാണ് നിനക്ക് ഇത്രയും സങ്കടം വരുന്നത്? അപ്പോൾ പറയും, മഹാപ്രഭു എനിക്ക് വായിക്കാൻ അറിയില്ല. മഹാപ്രഭു പറയും, നിനക്ക് വായിക്കാനേ അറിയില്ലേ, പിന്നെ നീ എന്തിനാ കരയുന്നേ? അല്ല, 14 ലോകത്തിന്റെയും നാഥനാണ് എന്റെ പ്രഭു, സാക്ഷാൽ കൃഷ്ണൻ. അദ്ദേഹം ഒരു ജീവാത്മാവിന്റെ, വെറും ഒരു ജീവാത്മാവിന്റെ തേരാളിയായിട്ട് ഇവിടെ വന്ന് ആ 18 ദിവസവും വെയിൽ കൊണ്ട്, ചൂട് കൊണ്ട്, വേർപ്പ്, ബാക്കിയുള്ളവരുടെ അസ്ത്രങ്ങൾ കൊള്ളുന്നുണ്ട്, എത്രമാത്രം കഷ്ടപ്പെടുന്നു. അപ്പൊ എത്രമാത്രം കാരുണ്യം ഉണ്ടായിട്ടായിരിക്കണം അദ്ദേഹം ഇത് ചെയ്തത്. അതാരാണ്? സാക്ഷാൽ സർവേശ്വരനാണ്. ആരുടെ രോമകൂപത്തിൽ നിന്നാണോ പ്രപഞ്ചങ്ങൾ ഉത്ഭവിക്കുന്നത്, ആ ഭഗവാനാണ് ഇവിടെ ഒരു തേരാളിയായിട്ട് വെറും ഒരു ഡ്രൈവറായിട്ട് വന്നിരിക്കുന്നത്. ആ കാരുണ്യം ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കാരുണ്യം നമ്മൾ ഭഗവത്ഗീതയിൽ കാണണം. ഭഗവത്ഗീത പഠിക്കുമ്പോൾ ഭഗവാന്റെ കാരുണ്യം കൂടെ കാണണം, എങ്കിൽ മാത്രമേ പൂർണ്ണമാവുള്ളൂ. മനസ്സിലായോ? നമുക്ക് ഇവിടെ വച്ച് നിർത്താമോ? മണി 7:45. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം, സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് ചോദിച്ചോളൂ, അറിയാമോ? ഹരേ കൃഷ്ണ. ഒരു സംശയവുമില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. മാതാജി ഹരേ കൃഷ്ണ. ഞാൻ നിർത്തിക്കോട്ടെ മാതാജി?
ഹരേ കൃഷ്ണ പ്രഭു, വളരെ ഗംഭീരമായ നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. നന്നായിരുന്നു പ്രഭുജി. താങ്ക് യു. സൂപ്പർ ക്ലാസ്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. സൂപ്പർ. ഭീഷ്മ പ്രയർ പാടിയതില് ആ ടൂണ് ഗംഭീരമായിരുന്നു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി. കൽപ്പതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദക്കി ശ്രീമദ് ഭഗവത്ഗീത की, श्रील प्रभुपाद की, श्रील गुरुदेव की, हरे हरे बोल. हरे कृष्णा प्रभु. थैंक यू प्रभु.